നമസ്കാരം. നമ്മൾ മലയാളികൾ ഇന്ന് വലിയ രീതിയിൽ സ്നേഹത്തോടു കൂടിയും ആദരവോടു കൂടിയും കാണുന്ന പ്രധാനപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട്. ഒന്ന് മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയ സാറും, രണ്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള മാത്യു സാമുവൽ സാറും. ഈ മാത്യു സാമുവൽ സാറിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. അദ്ദേഹം രാജ്യത്തെ പ്രധാനപ്പെട്ട അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. 2001 BJP സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അന്ന് 5000 കോടി രൂപയുടെ അഴിമതി, അത് നമ്മുടെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതിൽ തെഹൽക്ക സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നുള്ള പേരിലായിരുന്നു ആ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ബംഗാരു ലക്ഷ്മണനും അതോടൊപ്പം തന്നെ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള 60ഓളം ആളുകളാണ് ആ സർക്കാരുമായി ബന്ധപ്പെട്ടവർ അന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. മുഴുവൻ ആളുകൾക്കും അതിൽ ശിക്ഷയും കോടതി വിധിച്ച ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് വലിയ വിവാദമായ ഒരു സംഭവമാണ്. അതിനുശേഷം വീണ്ടും മാത്യു സാമുവൽ സാറിന്റെ നേതൃത്വത്തിൽ തന്നെ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നുള്ള ഒരു പേരിൽ ബംഗാളിലെ മമതാ സർക്കാരിനെതിരെ മറ്റൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് 10000 കോടി രൂപയുടെ അഴിമതി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയമായിരുന്നു. അതിൽ അന്ന് വലിയ രീതിയിൽ തന്നെ അത് കോളികൾക്കും ഉണ്ടാക്കിയിരുന്നു. BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അത് ബംഗാളിൽ സാഹചര്യമൊരുക്കി. രണ്ടാമത്തത് ആ കേസിന് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ശാരദ ചിട്ടി തട്ടിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരാളാണ് ഈ മാത്യു സാമുവൽ. അപ്പൊ ഈ മാത്യു സാമുവൽ സാറിന്റെ വാക്കുകൾക്ക് എപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ വിഷയം പറയാനുണ്ടായ കാരണം UN എന്ന് പറയുന്ന നഴ്സുമാരുടെ സംഘടനയായിട്ടുള്ള ഈ സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹെഡ് ആയിട്ടുള്ള ജാസ്മിൻ ഷാ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ മാത്യു സാമുവൽ സാർ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വന്നിരുന്നു. മാത്യു സാമുവൽ സാറിന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ, ആ ഹോസ്പിറ്റലുകളെ മാനേജ്മെന്റുകളെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഗൂഢാലോചന ഇവിടുത്തെ സുഡാപ്പികളുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇവിടുത്തെ വലിയ രീതിയിലുള്ള ഇതുപോലെയുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്നും നിരന്തരമായിട്ട് വിദേശത്ത് നിന്ന് നടക്കുന്ന ഒരുപാട് പണവും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പണവും പോയിട്ടുള്ള രീതിയിലൊക്കെ പല വിഷയങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് എതിരെ നമ്മുടെ സാജൻ സ്കറിയ സാറിന്റെ കുറച്ച് വീഡിയോകൾ അദ്ദേഹത്തിന്റെ ചാനലിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാജൻ സ്കറിയ സാർ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ അല്ലെങ്കിൽ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ആദ്യം മുതൽക്കേ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇട്ടിരിക്കുന്ന വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി ഈ ജാസ്മിൻ ഷായെ വലിയ രീതിയിൽ വെള്ളപൂശിക്കൊണ്ടാണ്. അത് ജാസ്മിൻ ഷാ ഇവിടെ കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. പക്ഷേ ജാസ്മിൻ ഷായ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് തൃശ്ശൂരിലെ ഒരു കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് വലിയ രീതിയിൽ ജാസ്മിൻ ഷായെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ഒരു തെറ്റുകാരനല്ല, അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ ആയതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു സുഡാപ്പിയായി കാണുന്നത് എന്തിനാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ഈ സാജൻ സ്കറിയ എന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തകൻ നമ്മൾ ബഹുമാനത്തോടു കൂടി കാണുന്ന ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോകളുടെ അടിയിൽ മാത്രം വന്നുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നും പിന്തുണ നൽകിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ തന്നെ ഈ സാജൻ സ്കറിയക്കെതിരെ അല്ലെങ്കിൽ പുള്ളിക്കാരനെതിരെ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ വെച്ച് നമ്മളൊരു കമന്റ് ബോക്സ് ഇന്നലെ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ 1700ഓളം കമന്റുകൾ, 1700ന് മുകളിൽ കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏകദേശം 99% കമന്റുകളും ഇതിൽ സാജൻ സ്കറിയക്കെതിരെയും ജാസ്മിൻ ഷായ്ക്കെതിരെയുമാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അറിയാം നാട്ടിലുള്ള ജനങ്ങൾക്ക് ജാസ്മിൻ ഷാ അത്ര വലിയ പുണ്യാളനൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാജൻ സ്കറിയ അല്ലെങ്കിൽ മറുനാടൻ മലയാളി ഇതുപോലെ പുള്ളിനെ വിളിപ്പിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ അന്വേഷിച്ചിട്ട് അത് അനാവശ്യമായി പോയതാണ്, അത് കള്ളക്കേസാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുന്നില്ല. ഇതുപോലെ തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ സാജൻ സ്കറിയ സാറിന്റെ വീഡിയോസ് കാണുന്ന പോലെ ഫോളോ ചെയ്യുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. എൻ്റെ ചാനലിൽ തന്നെ ഈ PV അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാജൻ സ്കറിയയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ച സമയത്ത് നമ്മൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ വരെ നിരവധി വീഡിയോകൾ സാജൻ സ്കറിയ സാറിന് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ PV അൻവർ എന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി വലിയൊരു രാഷ്ട്രീയ മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ അടിച്ചമർത്താനും തകർക്കാനൊക്കെയാണ് ശ്രമിച്ചത്. പക്ഷെ അതൊന്നും നടക്കാതെ പോയി. ഇപ്പോൾ സേഫായിട്ട് പുള്ളിക്കാരന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സേഫായിട്ട് മുന്നോട്ട് പോകാനും സാജൻ സ്കറിയ സാറിന് സാധിച്ചിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇത്രയും വലിയ രീതിയിൽ നമ്മളെല്ലാവരും സാജൻ സ്കറിയ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കാർക്കും പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു സംശയത്തിന്റെ നിഴലുള്ള ഒരു വ്യക്തിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാജൻ സ്കറിയ പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ല നമ്മൾ പറയുന്നത്, അദ്ദേഹത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ തർക്കമില്ല. അതിൽ കമന്റുകൾ വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സാജൻ സ്കറിയ സാർ, താങ്കൾ മനസ്സിലാക്കണം,
ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ പ്രേക്ഷകരായിട്ടുള്ള അങ്ങയുടെ കൂടെ നിൽക്കുന്ന അങ്ങയെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കൂടി താങ്കളൊന്ന് പരിഗണിക്കണമെന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം താങ്കൾ വലിയ രീതിയിൽ ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന മുതിർന്ന ജേർണലിസ്റ്റിനെ തരം താഴ്ത്തി സംസാരിക്കുന്ന കേട്ടു. താങ്കളെ സാജൻ സ്കറിയ സാറിനെ തരം താഴ്ത്തി സംസാരിക്കാനുള്ള അവകാശമൊന്നും നമ്മൾക്കില്ല. പക്ഷെ അതോടൊപ്പം തന്നെ മുതിർന്ന ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു മാധ്യമം, അദ്ദേഹത്തെയും വലിയ രീതിയിൽ താങ്കൾക്കും അപമാനിക്കാനുള്ള അവകാശമില്ല എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപമാനിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചാനലിലെ പുള്ളിക്കാരന്റെ വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾക്കത് ബോധ്യപ്പെടും. പക്ഷെ അത് എന്ത് തന്നെ ആവട്ടെ, ഇനി മാത്യു സാമുവൽ സാറിനെ അപമാനിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ട സമയത്തൊന്നും തോന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും വലിയ രീതിയിൽ തന്നെ സംശയത്തിന്റെ നിഴലിൽ കാണുകയാണ് ഈ ജാസ്മിൻ ഷാഹിൻ. അദ്ദേഹം തെറ്റുകാരനാവാതിരിക്കാം, ഇനി തെറ്റുകാരനായിരിക്കാം, പക്ഷെ എന്താണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംവിധാനം ജനങ്ങൾ കോടതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ജനങ്ങൾ കോടതി കൊടുത്തിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തെ വലിയ തരത്തിൽ ഇതുപോലെ ഈ വിഷയങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് പുള്ളിക്കാരനെ അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന സാജൻ സ്കറിയെ വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരും കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അതിൽ ഓരോ കമന്റുകളിലും പറയുന്നത് ഇത്രയും കാലം സാജൻ സ്കറിയയുടെ വീഡിയോകൾ ഫോളോ ചെയ്യുകയും കാണുകയും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം, പക്ഷെ ആദ്യമായിട്ടാണ് താങ്കൾക്കെതിരെ ഒരു കമന്റ് ഞാൻ ഇടുന്നത്, അത് ഈ ഒരു വിഷയത്തിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അപ്പോൾ ആദ്യമായിട്ട് വരെ കമന്റുകൾ ഈ പറയുന്ന സാജൻ സ്കറിയക്കെതിരെ കമന്റുകൾ ഇടുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും ഇതുപോലെ തന്നെയാണ്. ആ വിഷയത്തിന്റെ ഒരു അത് ഏതൊരു ലെവലിലേക്കാണ് ഒരു സംഭവം പോയിരിക്കുന്നത് എന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുടെ മനസ്സിൽ മറുനാടൻ മലയാളിയുടെ ഒരു പ്രാധാന്യം താഴേക്ക് പോകണം ഈ ഒരു വിഷയത്തിൽ, മറ്റു വിഷയങ്ങളിലല്ല. ഈ ഒരു ജാസ്മിൻ ഷായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളിലെ അടിയിൽ ഒരു തരത്തിലുള്ള സപ്പോർട്ടും മറുനാടൻ മലയാളികളുടെ മനസ്സിൽ നിന്ന് കിട്ടുന്നില്ല. അതിൽ യാഥാർത്ഥ്യമാണ്, 100% യാഥാർത്ഥ്യമാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഈ വീഡിയോകളുടെ അടിയിലുള്ള കമന്റുകൾ വായിച്ചറിയാം. മറ്റു വിഷയങ്ങളിൽ വലിയ രീതിയിൽ സപ്പോർട്ട് ഇപ്പോഴും മറുനാടൻ മലയാളി കിട്ടണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് മൊത്തത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ അധിക്ഷേപം ചൊരിയുന്ന തരത്തിലേക്കുള്ള കമന്റുകളൊക്കെ ഈ പറയുന്ന സാജൻ സ്കറിയ സാറിനെതിരെ വരുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിനൊരു ഒരു പോസിറ്റീവായിട്ട് തോന്നില്ല. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തനത്തിൽ ഒരാളായിട്ട് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുകയും ബഹുമാനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള, അന്നും ഇന്നും വലിയ തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ PV അൻവറിന്റെ വിഷയത്തിലൊക്കെ അതിഗംഭീരമായിട്ടാണ് നമ്മളെല്ലാവരും പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട്, ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് യൂട്യൂബർമാർ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾക്ക് അനുകൂലിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളായിട്ട് തോന്നുന്നില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും ജനങ്ങളെ പ്രതികരണം എന്നുള്ള രീതിയിൽ സാജൻ സ്കറിയ സാറിനെതിരെ കൃത്യമായിട്ട് ഉള്ള കമന്റുകളിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. എന്തിനാണ് അനാവശ്യമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങളിൽ നിരന്തരമായിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇതിൽ ജനങ്ങളുടെ ഒരു മനസ്സ് അത് തിരിച്ചറിയാൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള സാജൻ സ്കറിയ സാറ് ഒരിക്കൽ കൂടി അതൊന്ന് പുനഃപരിശോധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.